ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പം കേരളത്തിനകത്ത് പണിയുന്ന വീടുകളിൽ ബഹുഭൂരിപക്ഷം വീടുകളിലും ഈ ചുമരിനകത്ത് പൊട്ടി വെള്ളത്തിൻ്റെ ഈർപ്പം വന്ന് നിൽക്കുന്ന ഒരു ഇത് കാണാറുണ്ട്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകും. ആ പരിഹാരം ഉണ്ടെങ്കിൽ എന്താണ്? ഇതിനകത്ത് ഡാമ്പിങ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ കണ്ടംപററി സ്റ്റൈലിൽ വീടുകൾക്ക് ചുമര് നനയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ചുമര് നനയുന്നതിനുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം കോളം പില്ലർ ചെയ്ത് വരുമ്പം ഈ കോളം പില്ലറിന് ഒരു സ്വഭാവമുണ്ട്. ഈ കോളം പില്ലർ കോളത്തിൻ്റെ അടിയിൽ നിന്ന് സിറിഞ്ച് പോലെ ഈ വെള്ളത്തിനെ വലിച്ചിങ്ങനെ മുകളിലോട്ട് കയറ്റി വിടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ കയറ്റി വിടുന്നത് ഈ കോളം നിറയുമ്പം അടുത്ത കല്ലിലോട്ട് പോകും. കല്ല് നിറയുമ്പോൾ അത് പ്ലാസ്റ്ററിങ്ങിലോട്ട് വരും. പ്ലാസ്റ്ററിങ്ങിൽ നിന്ന് പെയിൻറ്റ് തള്ളി വരും. ഈ പെയിൻറ്റ് തള്ളി വരുന്ന സമയത്തിനായിരിക്കും നമ്മൾ ഇതറിയുന്നത് ഇവിടെ പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ പോർഷനായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ആ ചെറിയ പോർഷൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുമര് ഓൾറെഡി ലോഡഡ് ആണ് വെള്ളം കൊണ്ട്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചുമര് പൊള്ളുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സൈറ്റ് കണ്ടാലേ അറിയാൻ പറ്റൂ. നമുക്ക് ആഴ്ചയിൽ ഒരു കേസ് ഇതുപോലെ വരാറുണ്ട്. ഇതിനകത്ത് ഈ പല കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ കോളം പില്ലറാണെങ്കിൽ കരിങ്കല്ലിൽ ചെയ്ത വീടുകൾക്ക് ഈ പ്രശ്നം വളരെ കുറവാണ്. കാരണം കരിങ്കല്ല് വെള്ളത്തിനെ ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. അപ്പോൾ അതൊരു വലിയ ഗുണമാണ്. നമ്മൾ കരിങ്കല്ല് ബേസ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് ഹൈറ്റിനെ ഒരു പ്ലിന്ത് ബീം ചെയ്യത്തുള്ളൂ. അതിൻ്റെ മുകളിലാണ് നമ്മൾ കല്ല് വെച്ച് കെട്ടുന്നത്. അപ്പോൾ ഈ കരിങ്കല്ല് താഴേന്ന് ഒരു കാരണവശാൽ ഈ കരിങ്കല്ലിൻ്റെ മണ്ണിൻ്റെ നനവ് വലിച്ച് ഈ ചുമരിലോട്ട് കയറ്റാറില്ല. അതുകൊണ്ട് പണ്ട് കാലത്ത് ഈ സാധനം വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം കോളം പില്ലർ വീടുകളാണ് വളരെ കൂടുതൽ. കോളം പില്ലറാണ് പല എൻജിനീയേഴ്സും ഒന്ന് റേറ്റിൻ്റേത്, പിന്നെ വർക്കിൻ്റേത്, ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചും മണ്ണിൻ്റേതും ഈ പ്ലോട്ട് തിരിക്കുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ എല്ലാം കണക്കിലെടുത്ത് കൂടുതലും ആൾക്കാർ കോളം പില്ലറാണ്. അതുകൊണ്ടാണ് ഈ നനവ് താഴെ നിന്നുള്ള നനവ് കിട്ടുന്നത്. രണ്ടാമതൊരു പ്രശ്നം വരുന്ന ബാത്റൂമുകളിലെ നനവുകൾ ശരിയായ രീതിയിൽ എപ്പോക്സി ചെയ്തിട്ടില്ല, ശരിയായ വെർട്ടിഫൈഡ് ടൈലല്ല ഇട്ടിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വെർട്ടിഫൈഡ് ടൈൽ എന്ന് പറയുന്ന ടൈല് യഥാർത്ഥത്തിൽ വെർട്ടിഫൈഡ് ടൈലല്ല, അത് ഡിജിറ്റൽ ടൈലാണ്. ഫുൾ ബോഡി വെർട്ടിഫൈഡ് അല്ല. ഫുൾ ബോഡി വെർട്ടിഫൈഡ് ടൈൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു 3mm നല്ല എപ്പോക്സികൾ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എപ്പോക്സികൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ നിന്നുള്ള നനവ് ആ ചുമരിലോട്ട് വരില്ല. ഈ ഫുൾ വെർട്ടിഫൈഡ് അല്ലാത്ത വരുന്ന ടൈലെന്ന് പറഞ്ഞാൽ പകുതി വരുന്നത് അത് വെർട്ടിഫൈഡ് അല്ലെന്നാണോ പറയുന്നത്? ഇല്ല, ഇപ്പോൾ ഈ വെർട്ടിഫൈഡ് എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം വെർട്ടിഫൈഡ് ടൈലല്ല. വെർട്ടിഫൈഡ് ടൈലാണോ എന്ന് ചോദിച്ചാൽ വെർട്ടിഫൈഡ് ടൈലാണെന്ന് പറയാം. പക്ഷേ ഫുൾ ബോഡി വെർട്ടിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് ഈ നമ്മുടെ ടൈൽ മേസന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അവൻ കട്ട് ചെയ്യുമ്പോഴാണ് അവൻ അറിയാൻ പറ്റുന്നത് ഇത് ഫുൾ ബോഡി വെർട്ടിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. അവൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൻ പറയും. അപ്പോൾ അതിനകത്ത് ഡിജിറ്റൽ ടൈൽസ് ഉണ്ട്. ഇപ്പോൾ സെറാമിക് ടൈലിൻ്റെ തന്നെ വേറെ രൂപങ്ങളുണ്ട്. സെറാമിക്കിൽ തന്നെ കോട്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ആരും ബാത്റൂമുകളിലൊന്നും സെറാമിക് ടൈൽ യൂസ് ചെയ്യാറില്ല. പക്ഷേ യൂസ് ചെയ്യാറില്ലെങ്കിലും ഇപ്പോൾ കിട്ടുന്ന വെർട്ടിഫൈഡ് ടൈൽ ഫുൾ ബോഡി വെർട്ടിഫൈഡ് ആണോ എന്ന് പരിശോധിക്കേണ്ടത്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഫുൾ ബോഡി വെർട്ടിഫൈഡ് ടൈൽ തന്നെ എടുക്കണം അല്ലേ? അതെ. മറ്റേ ഫുൾ ബോഡി വെർട്ടിഫൈഡ് ടൈലിന് 75 രൂപയെ കുറയാതെ ആവും. 70-75 രൂപയ്ക്ക് മുകളിലോട്ടാണ്. പക്ഷേ നമുക്കിപ്പോഴും വെർട്ടിഫൈഡ് ടൈൽ എന്ന് പറഞ്ഞ് 45 രൂപ, 40 രൂപ, 35 രൂപയ്ക്കൊക്കെ 4x2 ടൈൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ആ മാർക്കറ്റിൽ 4x2 ടൈൽ അവൈലബിൾ ആണ്. ചോദിക്കുമ്പോൾ വെർട്ടിഫൈഡ് ആണ്. നമുക്കിപ്പോൾ ബിൽഡർ ആണെങ്കിൽ കസ്റ്റമറിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാറേ ഈ ടൈൽ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അവരും ഈ കളർ കണ്ടിട്ടാണ് അവർ സെലക്ട് ചെയ്യണത്. ഇപ്പോൾ കസ്റ്റമറിന് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഇത് ഫുൾ ബോഡി വെർട്ടിഫൈഡ് ആണ്. ഇതിപ്പോൾ അവിടെ ഇരിക്കുന്ന കടക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ഓക്കെ ഇതാണ് വെർട്ടിഫൈഡ്. ഓൾറെഡി ഇപ്പം എനിക്കറിയാമെന്നുള്ളൊരു കടയിലായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അവൻ എനിക്ക് ബിസിനസ് തരണവനാണ്. അപ്പോൾ അവനിപ്പോൾ ഞാൻ ഇത് കാണിച്ചാൽ മതി എന്ന് ഓൾറെഡി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവൻ വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കൂ. വേറൊരു ടൈലിലോട്ട് പോയി അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ എഗ്രിമെൻ്റ് എഴുതുമ്പം 80 രൂപ MRP അല്ലെങ്കിൽ 100 രൂപ MRP ഉള്ള ടൈൽ എന്നായിരിക്കും എറിയണം. അപ്പോൾ ആ 100 രൂപ MRP കൂടുതലായി കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഒന്നുകിൽ പേ ചെയ്യണം, അല്ലെങ്കിൽ 100 രൂപ MRPക്കകത്തുള്ള ടൈലേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ടൈലിൻ്റെ കാര്യം. ഈ ടൈല് ഈർപ്പം പിടിച്ചിട്ട് ഈ ഡാമ്പിങ് വരാം. അപ്പോൾ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡാമ്പിങ്ങിൻ്റെ യഥാർത്ഥ സാധനം എന്താണ് റീസൺ എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഈ ഡാമ്പിങ്ങിന് ഒരുപാട് 2K, ഇപ്പോൾ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ 2K, ഈ സാധനങ്ങളെല്ലാം നല്ല മാർക്കറ്റുള്ള സാധനങ്ങളാണ്. കാരണം ഇപ്പോൾ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ 2K പോലെ മാർക്കറ്റിൽ ചിലവുള്ള സാധനം വേറെ ഇല്ല. പക്ഷേ ഈ 2K ഇതൊരിക്കലും ഇതിനൊരു പരിഹാരമല്ല. 2K എന്ന് പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലത്തെ കോട്ടിംഗ് ആണത്. രണ്ട് സാധനം ബേസ്മെന്റിൽ കോട്ട് ചെയ്യുന്ന അല്ലേ? ബേസ്മെന്റ് ബിറ്റുമിനാണ്. അത് ഞാൻ പറയാം. ഇതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ചുമരിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് 1 മീറ്റർ ഹൈറ്റിന് ഡാമ്പിങ് ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു 50 സെൻറ്റിമീറ്റർ ഡാമ്പിങ് ഉണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യും, ഈ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ 2K മിക്സ് ചെയ്ത് ഈ പുട്ടിയെ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ നമ്മൾ 2K അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2K അടിക്കുമ്പോൾ 1 മീറ്ററിൽ ഇത് അടിച്ച് കഴിയുമ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഭാഗത്ത് മേ ബി ചിലപ്പോൾ ഈർപ്പം വരാണ്ടിരിക്കാം, പക്ഷേ വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ കൂടെ ഈർപ്പം വരും വീണ്ടും. പക്ഷേ ഈ 1 മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ചുമര് ലോഡായിക്കൊണ്ടിരിക്കും. ആ ഭാഗം വീണ്ടും ഈ 2K ഇല്ലാത്ത ഭാഗത്തൂടെ വീണ്ടും ഇതിൻ്റെ ഇരട്ടിയായിട്ട് പൊള്ളികളാവും.
അതായത് ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ നമ്മളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിന് സൊല്യൂഷൻ, എല്ലാത്തിനും സൊല്യൂഷൻ ഇല്ല. അതായത് ഇതിന് ഈ ഡാമ്പിങ്, ഒരുപാട് ഡാമ്പിങ് ആയി ഈ സിമെന്റിന്റെ പൊറോസിറ്റി പൊക്കഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇനി അതിൽ 2K അല്ല എന്ത് സാധനം അടിച്ചിട്ടും കാര്യമില്ല. ഞാനൊരു കാര്യം ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു ചുവരിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊട്ടി ഇളകുന്നുണ്ട്, അവിടെ നമ്മളിപ്പം ഈ പിന്നെ വാട്ടർ പ്രൂഫിന്റെ ഡോക്ടർ ഫിക്സ് അവിടെ നമ്മൾ 2K ഡോക്ടർ ഫിക്സിന്റെ ഇത് കൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് പിന്നെ ഈ വാട്ടർ പിന്നെ ഇത് പൊട്ടിയൊലിക്കലുണ്ടാവില്ല. പക്ഷേ ഇതേ സാധനം വേറെ സ്ഥലത്ത് വരുമല്ലേ? വേറെ സ്ഥലത്ത് വരാം. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. ഈ ഡോക്ടർ ഫിക്സ് 2K അടിക്കുമ്പോൾ ഈ സിമെന്റിന് അതിന്റെ ആ പവർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് ഈ ചുമരിൽ നമ്മൾ പൂശിയിരുന്ന സിമെന്റ്, അതായത് മണലും സിമെന്റുമായിട്ട് നമ്മൾ പൂശിയിരുന്ന സിമെന്റിന് ആ ബലം ഉണ്ടോ എന്ന് നോക്കണം. സിമെന്റിന് ബലമില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളിനി ഡോക്ടർ ഫിക്സിറ്റല്ല എന്ത് വെച്ചാലും ഈ തരിയായിട്ട് ഈ സാധനം അവിടെ നിന്ന് വിട്ടോണ്ടു. നമുക്കൊരാളെ പിടിക്കണമെങ്കിൽ ആ പിടിക്കുന്ന ആളിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ബലം വേണ്ടേ? അപ്പോൾ ആ ബലം ആ ചുമരിനില്ല എങ്കിൽ ഇനി ഡോക്ടർ ഫിക്സ് 2K അല്ല എന്ത് വെച്ചാൽ ഇപ്പോൾ ടൈല് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇതിൽ അറിയാണ്ട് തന്നെ ഈ വൃത്തികേട് മാറാനായിട്ട് ഇവർ വിചാരിക്കും ഇതിനെ ടൈൽ ചെയ്ത് ആ വൃത്തികേട് അങ്ങ് മറയ്ക്കാം എന്ന് പറഞ്ഞ് ടൈൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ടൈലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചുമരിന് നമ്മുടെ ഈ ടൈല് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൊത്തിയിട്ട് നമ്മൾ രണ്ടാമത് പൂശിയിട്ടേ ടൈൽ ഒട്ടിക്കാൻ പറ്റും. ആ രണ്ടാമത് പ്ലാസ്റ്റർ ചെയ്യണതിന് ഇതിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി വരും. കാരണം ആ സിമെൻറ്റ് ഓൾറെഡി ഈ നനവും ഡാമ്പിങ്ങും ഈ ഫംഗസും എല്ലാം കൂടെ ആയിട്ട് ഇതിൻ്റെ ഈ പൊറോസിറ്റി പോയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ചില ചുമരിങ്ങനെ തോണ്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ചിക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ മണൽ പോലെ ഇങ്ങനെ ഇളകി വരും. അതിലൊന്നും നമ്മൾ 2K അടിച്ചിട്ടോ ടൈൽ ഒട്ടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അക്രലിക് ഷീറ്റുകളുണ്ട്, വളരെ വിലക്കുറവാണ്. 2000 രൂപയ്ക്ക് 8x4 ഷീറ്റൊക്കെ 2000 രൂപ റേഞ്ചിൽ കിട്ടും. അതായത് 32 സ്ക്വയർ ഫീറ്റ് 2000 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ ഷീറ്റുകൾ, അതിനൊന്നും ആണിയോ ഇതൊന്നും വേണ്ട, അതിനൊക്കെ നെയിൽ ഫ്രീ ഗമ്മ് മതി. ഈ ഷീറ്റുകളായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് അതിനകത്ത് നമുക്ക് പെയിൻറ്റിൻ്റെ ലേബറിൻ്റെ കോസ്റ്റേ ഈ ഷീറ്റൊക്കെ വരുന്നുള്ളൂ. ഈ സാധനം വെച്ച് നമുക്കൊരു ഇൻറ്റീരിയർ ഡിസൈനോ കാർപ്പൻറ്ററിനോ ആർക്ക് വേണോ നമുക്കിത് ചിലപ്പോൾ ചിലർക്ക് സ്കില്ലുണ്ടെങ്കിൽ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. അത് ചെയ്താൽ ഈ അക്രലിക് ആകുമ്പോൾ വാഷബിളുമാണ്, അത് ഉളുത്തു പോകത്തില്ല. അതുപോലെ മഴയത്ത് വെള്ളത്തൊന്നും പ്രശ്നമില്ല, നമുക്ക് ആ ഷീറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ ഇപ്പോൾ അക്രലിക് ഷീറ്റ് ഉണ്ട്. അല്ല, അത് ചെയ്യുമ്പോഴും ആ പ്രശ്നം അവിടെ സോൾവ് ആവുന്നില്ലല്ലോ. പ്രശ്നം സോൾവ് ആവുന്നില്ല, ആ സോൾവ് ആക്കാൻ പറ്റില്ല. യഥാർത്ഥം പറഞ്ഞാൽ നല്ല ഡാമ്പിംഗ് ഉള്ള സിമെൻറ്റിൻ്റെ പൊറോസിറ്റി പോയ ചുമരിന് പരിഹാരം ഇല്ല. നമ്മൾ അതിനകത്ത് വെറുതെ പെയിൻറ്റ് 2K പുട്ടി എന്ന് പറഞ്ഞ് വീണ്ടും കോസ്റ്റ് മുടക്കാം എന്നുള്ളതല്ലാതെ സിമെൻറ്റിൻ്റെ പൊറോസിറ്റി പോയ ചുമരിന് പരിഹാരം ഇല്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പരിഹാരം, അതിനകത്ത് അതങ്ങനെ വിട്ടുകൊടുത്തോട്ടെ, നമുക്ക് പുറം ചുമര് നമുക്ക് കാണുന്ന രീതിയിൽ സംരക്ഷിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫംഗസ് ഇതൊന്നും ഇൻഫെക്ഷനൊന്നും ഇല്ലാണ്ടിരിക്കും. ഇതിനെ എയർ ടൈറ്റായിട്ടിരിക്കുമ്പോൾ ഇതൊരു പരിധി വരെ ഇങ്ങനെ പോവും. പിന്നെ ഇനി വേറൊരു വീട്, നമ്മൾ പഴയ വീടുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പഴയ വീടിൻ്റെ ബേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ടാവും. ഒരു ലൈൻ ഇങ്ങനെ ഒരു ചുറ്റിനും ഇങ്ങനെ വിട്ടിട്ടുണ്ടാവും. അത് ചില വീടുകളിൽ അകത്തും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്, ഇത് ഒരു വേള ഈ ഈർപ്പം വന്നു കഴിഞ്ഞാലും ഈ ഗ്രൂവിൽ കൂടെ ഈർപ്പം പോവും. അപ്പോൾ ഈ ഗ്രൂ ചെയ്യാൻ പറ്റും നമുക്ക്. പല വീടുകളിലും അകത്ത് ഗ്രൂ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കുറേ ഈർപ്പം ഈ ഗ്രൂവിൽ കൂടെ റിലീസാവും. അപ്പോൾ ഈ നമുക്ക് ചെറിയ ഇതാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഫിക്സിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡോക്ടർ ഫിക്സിറ്റ് ഒക്കെ വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ഭയങ്കര ഒരു മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം പറ്റില്ല, ഇത് പോകില്ല എന്ന് ഒരു പെയിൻറ് കമ്പനിക്കാരനോ ഒരു പെയിൻറ്ററോ നമ്മളെടുത്ത് പറയില്ല. ചെയ്യാം, കാരണം അവൻ്റെ തൊഴിൽ ഇതാണ്. ഇത് ചെയ്യുമ്പോൾ ഇത് ഒരിക്കലും ഒരു സക്സസ് ആയിട്ടുള്ള സാധനമല്ല ഇത്. ഇതിന് നമ്മൾ മെയിൻലി ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ കോളം പില്ലർ ആണെന്നുണ്ടെങ്കിൽ ബിറ്റുമിൻ യൂസ് ചെയ്യും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബിറ്റുമിൻ യൂസ് ചെയ്യും. കറുത്ത പെയിന്റ് ആണ്. അപ്പോൾ അത് അവർ പറയും ആദ്യം ഒരു ലെയർ ഇങ്ങനെ അടിക്കണം, ഒരു ലെയർ എന്നിട്ട് ഇങ്ങനെ അടിക്കണം. അതായത് 3 കോട്ട് അടിക്കണം. ഈ 3 കോട്ട് അടിക്കുമ്പം അറൗണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ 60 ലിറ്ററോളം ഈ സാധനം തന്നെ വേണ്ടി വരും. അതായത് ഇതിൽ ആദ്യത്തെ കോട്ട് മാത്രമാണ് ശകലമെങ്കിലും വെള്ളം മിക്സ് ചെയ്ത് ചേർക്കുന്നത്, ബാക്കി എല്ലാം ഡ്രൈ ആയിട്ടാണ് അടിപ്പിക്കുന്നത് അവർ. അപ്പോൾ 60 ലിറ്റർ സാധനം എന്ന് പറയുമ്പോൾ തന്നെ അത് 10,000 രൂപയ്ക്ക് മുകളിലായി. ഇതിനകത്തൊരു 8 ലേബറിൽ കൂടുതൽ എന്തായാലും വരും. 8 ലേബർ എന്ന് പറയുമ്പോൾ അത് തന്നെ 10,000 രൂപയായി. പിന്നെ ഇതിൻ്റെ ബ്രഷ് കോസ്റ്റ് ബാക്കി കാര്യങ്ങൾ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 25 രൂപയോളം 1000 സ്ക്വയർ ഫീറ്റ് വീടിന് അടിക്കുന്നതിനാവും. പക്ഷേ ഈ സാധനത്തിൻ്റെ പുറകിൽ തന്നെ കമ്പനി എഴുതി വെച്ചിട്ടുണ്ട്, 2 ദിവസത്തിൽ കൂടുതൽ വെയിലടിച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെടും. അങ്ങനെ എഴുതിയിട്ടുണ്ട് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഈ ബിറ്റുമിന് കോൺക്രീറ്റ് കഴിഞ്ഞ ഒരു 10 ദിവസം 15 ദിവസം വെള്ളം നനച്ചതിന് ശേഷം നേരെ ഇതങ്ങ് അടിക്കുകയാണ്. ഇതടിച്ച് ഇത് പിന്നെ വെയിലത്താ കിടക്കണം, എന്നിട്ടാണ് മണ്ണടിക്കുന്നത് ഇതിൻ്റെ മുകളിൽ. കാരണം ഇത് ബീം ഫുള്ള് കവർ ചെയ്തതിന് ശേഷമല്ലേ മണ്ണടിക്കാൻ പറ്റത്തുള്ളൂ. ഈ മണ്ണടിക്കുമ്പോൾ മിക്കവാറും പേര് ലോറി കയറ്റിയാണ് അടിക്കുന്നത്. അതുപോലെ ഈ മണ്ണടിച്ച് കഴിയുമ്പോൾ ഹിറ്റാച്ചി ഇട്ട് ആണ് ഇതിനെ തട്ടി നിമത്തി സെറ്റാക്കുന്നത്. ഹിറ്റാച്ചിയുടെ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് കയറി നടക്കുന്നത്.
മണ്ണിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റുമെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ലെയർ എല്ലാം ഈ ചെയിനോട് അങ്ങ് പോകും. അപ്പം അത് അവിടെ വീണ്ടും ഗ്യാപ്പാണ് വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ സാധനം പിന്നെയും 10-15 ദിവസത്തിൽ കൂടുതൽ കിടന്ന് വെയിലത്ത് കിടക്കുകയാണ്. പിന്നെ ഈ സാധനത്തിന് പവറില്ല. അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ ഈ ബിറ്റുമിൻ അടിക്കുമ്പോൾ ഈ ബിറ്റുമിന് അതായത് പ്ലാസ്റ്ററിങ് പിടിച്ചു നിർത്താനുള്ള പവറില്ല. കാരണം ഈ പ്ലാസ്റ്ററിങ് പിടിക്കണമെങ്കിൽ ഈ നമ്മൾ ചെയ്ത കോൺക്രീറ്റിന്റെ ഇടയിൽ ഗ്രൂ വേണം. അപ്പോൾ പലരും ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ലെയർ, മൂന്നാമത്തെ ലെയർ കോട്ടിങ് ഔട്ട് സൈഡ് അടിക്കുമ്പോൾ ഇതിൽ കുറച്ച് എംസാൻഡ് ഇങ്ങനെ തൂറ്റിക്കൊണ്ട് പോകും. അപ്പോൾ എംസാൻഡ് ഇങ്ങനെ തൂറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഇത് പ്ലാസ്റ്ററിങ് മാത്രമായിട്ട് ഇളകി പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഈ ബീമിന്റെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് കംപ്ലൈന്റുകൾ നമ്മൾ കണ്ട ഇത് വെച്ചിട്ടുള്ള ഇത് പറയുന്നത്. ബിറ്റുമിൻ അടിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ബിറ്റുമിൻ അടിക്കുന്നത് കൊണ്ട് യാതൊരു ബലവും ഇല്ല. നമുക്ക് കസ്റ്റമറിന്റെ കണ്ണിൽ പൊടിയിടുന്ന ഇങ്ങനെ ചെയ്തതാണ്, അങ്ങനെ ചെയ്തതാണ്, എന്നിട്ടും എനിക്ക് എന്തിങ്ങനെ പറ്റിപ്പോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ സാറേ, പിന്നെയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ഇത് ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ 25,000 രൂപ നമ്മൾ മുടക്കുന്നതിന് നമ്മൾ വേറെ ഒന്നും വേണ്ട. 1 മീറ്റർ വീതിയിൽ ഒരു 20 മീറ്റർ നീളത്തിൽ ഷീറ്റ് കിട്ടും ബിറ്റുമിന്റെ ഷീറ്റ് കിട്ടും. അത് 2mm 3mm തിക്നെസ് ഉണ്ട്. അതായത് ഒരു 2mm 3mm തിക്നെസ് ഉള്ള ടാറിന്റെ ഷീറ്റാണ്. ഈ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് കെട്ട് തുടങ്ങുന്നതിന് മുന്നേ, അതായത് പ്ലിന്ത് ബീം എല്ലാം ഫില്ല് ചെയ്ത് മണ്ണെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബീമിനെ കെട്ട് തുടങ്ങുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം കെട്ട് തുടങ്ങുന്ന അന്ന് നമ്മൾ ഇത് ഒരു ആക്സാ ബ്ലേഡ് മാത്രം മതി. 8 ഇഞ്ച് കനത്തിന് ഇതിന്റെ നീളത്തിന് കട്ട് ചെയ്തെടുത്ത് ഈ കെട്ടിന്റെ ഈ ബീമിന്റെ പുറത്ത് വെക്കുക, അതിന്റെ മുകളിൽ കെട്ടി തുടങ്ങുക. അപ്പം ഓൾറെഡി ഈ നമ്മുടെ പ്ലിന്ത് ബീമും നമ്മുടെ ചുമരും തമ്മിൽ ഒരു ലെയർ വെച്ചിട്ട് സെപ്പറേഷൻ ആവുകയാണ്. ഈ സാധനം നമുക്ക് അന്ന് വെക്കുന്നത് കൊണ്ട് ഇത് പിന്നെ വെയിൽ കൊള്ളുകയോ ഹാർഡാവുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ സാധനം ഒരു ലെയറായിട്ട് നിന്നോളും. ഒരു കാരണവശാലും ഈർപ്പം ഈ ടാറിനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് ചുമരിൽ പിടിക്കത്തില്ല. ഇതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയും ഏറ്റവും ബെസ്റ്റ് രീതി. അതിന് എത്ര രൂപ വരും? ഇതിന് 2,000 രൂപ കോസ്റ്റ് വരും. അതായത് 25,000 രൂപ അടുത്ത് ബിറ്റുമിന്റെ ഇത് അടിക്കുന്നതിനേക്കാളും ബെറ്റർ 2,000 രൂപ ഈ ഷീറ്റ് മേടിക്കും. ഈ അതായത് 1000 സ്ക്വയർ ഫീറ്റിന് 2,000 രൂപയുടെ ഷീറ്റും ആവശ്യമില്ല, 1000 രൂപയുടെ ഷീറ്റേ ആവശ്യമുള്ളൂ. മനസ്സിലായി? 1000 രൂപയുടെ ഷീറ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ മോൾഡ് യൂസ് ചെയ്യാമോ? ഇതേ സാധനം തന്നെ. അതായത് ഇപ്പോൾ 2,000 രൂപയുടെ ഒരു ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് റോളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഇത് ആ മേസന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ ആരും വേണ്ട. ഒരു ഹാക്സാ ബ്ലേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹാക്സാ ബ്ലേഡിന് ഇത് കട്ട്. പക്ഷേ വെയിൽ വരുന്നതിന് മുന്നേ ഇതിനെ കട്ട് ചെയ്ത് കീറണം. വെയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്വഭാവം മാറും. ഈവൻ ഈ നമ്മുടെ ഈ 2mm 3mm ഷീറ്റിന് പോലും വെയിൽ വന്നു കഴിഞ്ഞാൽ സ്വഭാവം മാറുകയാണ്. മനസ്സിലായി? ആ സാധനമാണ് നമ്മൾ ഒരു ലെയറായിട്ട് അടിച്ചു വെച്ചിട്ട് മാസങ്ങളോളം ഇട്ടിരുന്നിട്ട് നമ്മൾ മണ്ണും ഫില്ല് ചെയ്ത് പിന്നെ കെട്ടി തുടങ്ങണം. അപ്പം ഈ ബിറ്റുമിൻ, ഈ ടാറിൻ്റെ ലെയർ വെയിൽ വരുന്നതിന് മുന്നേ നമ്മൾ വെക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഇത് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് റൂഫിൽ, അതായത് നമുക്ക് കോൺക്രീറ്റിനും ബ്ലോക്കിനും രണ്ട് ടെമ്പറേച്ചർ ആയിരിക്കും. രണ്ടും ചൂടാവുന്നത് 2 രീതിയിലായിരിക്കും. പല വീടുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തട്ടിൻ്റെ താഴെ ഒരു ലെയറിന് ഒരു കട്ടിങ് ഉണ്ടാവും. അതായത് ഈ കോൺക്രീറ്റ് ചൂടാകുമ്പോൾ ഒരു കല്ലിനെയും കൂടെ അങ്ങ് വലിച്ചുകൊണ്ട് പോകും. ഒരു കല്ലിൻ്റെ ലെയറിൽ ഇങ്ങനെ നീളത്തിനൊരു പൊട്ടലാണ്. ആ കല്ലിൻ്റെ മുകളിലും ഈ സാധനം വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് എക്സ്പാൻഡ് ചെയ്താലും ചുരുങ്ങിയാലും എന്തായാലും നമുക്ക് പ്രശ്നമില്ല. ഈ കല്ലിനൊന്നും ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ പൊട്ടലുകൾ ഒഴിവാക്കാൻ പറ്റും. വൺസ് ആ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും വീണ്ടും അടുത്ത ക്ലൈമറ്റ് ചേഞ്ചിൽ ആ പൊട്ടൽ വരും. പിന്നെ നമ്മൾ മെഷ് വെച്ച് ഇത് ചെയ്തിട്ടോ പുട്ടിയിട്ടോ ഒന്നും കാര്യം. അപ്പോൾ ഇത് ഷീറ്റ് വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഷീറ്റാണ് നമ്മളിപ്പം നിലവിലുള്ളതിൽ 90% സക്സസ് ആയിട്ടുള്ള സാധനം ഈ ഷീറ്റാണ്. വേറെ നമുക്ക് ബിറ്റുമിൻ ബിറ്റുമിൻ പെയിന്റ് ആണല്ലോ അടിക്കുന്നത്. അത് ആ ബിറ്റുമിൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ബിറ്റുമിൻ അടിക്കണം, എല്ലാവരും സ്റ്റാറ്റസ് ഇടും, എല്ലാവരും കാണും, എഞ്ചിനീയേഴ്സ് ഇടും, നമ്മളായാലും നമ്മൾ ചെയ്യുന്നത് ഇടും വീഡിയോസ്. അപ്പോൾ ഇത് കാണും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാകും എന്നുള്ള ആദ്യമായിട്ട് വീട് വെക്കുന്നവൻ്റെ മനസ്സിലുണ്ടാവും. അവൻ വിചാരിക്കും 25,000 രൂപ കുറയുന്നത് ഇപ്പം ഇതിലിപ്പോൾ ചിലവാക്കണേന് എന്താണ്, ഇനി പിന്നീട് വീട് വെച്ചതിന് ശേഷം ഇതിലടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അയാൾ എവിടെന്നെങ്കിലും 25,000 രൂപ. ഈ തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീടിന് മിനിമം നമുക്ക് 4-5 ലക്ഷം രൂപയുടെ സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പോവും. ഈ ഹൈറ്റുകൾ, ഈ ബിറ്റുമിൻ്റെ ഇതെല്ലാം വളരെ ലാൻഡ് സെറ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം